സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മുത്തശ്ശിയും പ്രിയങ്കയും കൂടി അവർ 3 പേരും കൂടി അവിടെ നിന്ന് പടിയിറങ്ങി പോകുന്ന ആ കാഴ്ച നേരിട്ട് കണ്ട് കൺകുളിർക്കാതെ കണ്ട് ആസ്വദിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. ഈ സമയത്തായിരിക്കും ദേവൻ അങ്ങോട്ടേക്ക് തിരിച്ചു വരുന്നത്. ദേവനെ കാണുന്നതും പ്രിയങ്കയ്ക്ക് ചെറിയ ടെൻഷനാകുക. മുത്തശ്ശി, അച്ഛൻ തിരിച്ചെത്തിയുന്നുണ്ട്. ഇനി നമ്മുടെ പ്ലാൻ എന്തെങ്കിലും പൊളിക്കുമോ? അച്ഛൻ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അവൻ വന്നാൽ എന്ത് മലമറിക്കാനാ? അവരെന്താണെങ്കിലും ഇറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി ആര് വിചാരിച്ചാലും അവരുടെ തീരുമാനത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അവൻ വന്ന് എന്ത് തന്നെ പറഞ്ഞാലും എനിക്കതിൽ ഒരു പേടിയില്ല. അങ്ങനെ പറഞ്ഞ് അഹങ്കാരത്തോടെ തന്നെ നിൽക്കുവാട്ടോ മുത്തശ്ശി. ഈ സമയം ദേവനവരെ കണ്ട് ചിരിച്ചുകൊണ്ട് അടുത്തേക്ക് വരുവാ. എന്താ ഇത്? വന്നിട്ട് കുറേ നേരമായോ? എന്താ ഇവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് ഇരിക്കായിരുന്നില്ലേ? ദേവൻ്റെ ആ പെരുമാറ്റമൊക്കെ കണ്ടതും രണ്ടുപേരും അന്തം വിട്ട് നിൽക്കുവാം. എന്നാലും നിങ്ങളെപ്പോലെ ഇത്ര വലിയൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളും ആ സിനിമയിലെ നടിയൊക്കെ എൻ്റെ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ അത് ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയാണ്. അല്ല, എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നത്? ഓ, മനസ്സിലായി. പുതിയ സിനിമയുടെ പൂജയ്ക്ക് വേണ്ടി എന്നെ ക്ഷണിക്കാനോ മറ്റോ വന്നതാണോ? എന്നെപ്പോലെ ദരിദ്രനായ ഒരു പൂജാരിക്ക് ഇതുപോലെ ഇത്രയും വലിയ പൂജയിലൊക്കെ പങ്കെടുക്കാൻ അവസരം കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അതിനെക്കുറിച്ച് സംസാരിക്കാനാണെങ്കിൽ വരൂ, അകത്തേക്കിരുന്ന് സംസാരിക്കാം. അന്നേരം പ്രിയങ്ക ചോദിക്കണേ, അതെ അച്ഛനെന്ന് ഇങ്ങനെ പറയുന്നത്? ഞങ്ങളെ കളിയാക്കുവാണോ? എന്താടാ ദേവ, നിനക്കെന്താ ഞങ്ങളെ മനസ്സിലായില്ലേ? ഞങ്ങൾ ആരാണെന്ന് നിനക്കറിയില്ലേ? എന്താ മാഡം ഈ പറയുന്നത്? ഇത് വലിയൊരു പ്രൊഡ്യൂസർ മാഡം, പിന്നെ ഇത് പ്രിയങ്ക മാഡം, സിനിമയിലേക്ക് അഭിനയിക്കുന്ന മാഡം. നിങ്ങളെ ആർക്കറിയാത്തത്? എല്ലാവർക്കും അറിയാമല്ലോ. ഈ സമയം യശോദ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. അന്നേരം ദേവൻ ചോദിക്കണേ, യശോദേ എന്താ ഇത്? വീട്ടിൽ ഇത്രയും വലിയ അതിഥികൾ വന്നിട്ട് ഇവരെ പുറത്തു നിർത്തിയാണോ സംസാരിക്കുന്നത്? അകത്തേക്ക് ക്ഷണിച്ചുകൂടായിരുന്നോ? അങ്ങനെ അവർ പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരിക്കും കേട്ടോ മുത്തശ്ശിനെയും കൂട്ടി വരുണിൻ്റെ അധികം പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കാണുന്നതും ദേവൻ പറയണേ, അതെ ഒരു മിനിറ്റ് കേട്ടോ. എന്നിട്ട് നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലുക. മോളെ, എന്താ ഇതാ? എങ്ങോട്ടാണ് നിങ്ങൾ 3 പേരും കൂടി പോകാൻ നിൽക്കുന്നത്? അന്നേരം അവരൊന്നും പറയാതെ നിൽക്കുക. ഈ സമയം യശോദ പറയണേ, ദേവേട്ടാ, ഇവർ 3 പേരും കൂടി ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുക. ഇവർ ഇവിടെ താമസിക്കരുതെന്ന്. ജയഭാരതി അമ്മയ്ക്ക് ഇവിടെ താമസിക്കാനുള്ള അധികാരമില്ല പോലും. അങ്ങനെയാ ഇവിടെ വന്ന് അമ്മയും പ്രിയങ്കയും കൂടി പറഞ്ഞത്. അവരുടെ വാക്ക് കേട്ട് ഇവർ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകുക. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണമെന്ന് കൽപ്പിച്ചിരിക്കുകയാണല്ലോ രണ്ടുപേരും കൂടി. ഈ സമയം ദേവൻ അവർക്ക് നേരെ തിരിഞ്ഞിട്ട് പറയണേ, അതെ നിങ്ങളെന്നെ പൂജയ്ക്ക് ക്ഷണിക്കാൻ പറ്റുന്ന കാര്യമൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ എന്ന് കരുതി എൻ്റെ കുടുംബകാര്യത്തിൽ തീരുമാനം എടുക്കാൻ മറ്റാരെയും ഞാൻ അധികാരപ്പെടുത്തിയിട്ടില്ല. ഇത് എൻ്റെ കുടുംബമാണ്. ഇവിടെ എന്ത് നടക്കണം, എന്ത് തീരുമാനിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ്. ഇവിടെ ആരൊക്കെയാ താമസിക്കാൻ അർഹമായിരുന്നു തീരുമാനിക്കുന്നതും ഞാനാ. അതിൽ പുറത്തുനിന്നൊരാളുടെ അഭിപ്രായം പറച്ചിലും ഒന്നും വേണ്ട. ഇവരെ ഇവിടെ തന്നെ താമസിക്കും. ഈ സമയം മുത്തശ്ശി പറയണേ, എടാ ദേവ, നീ എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഇവരെ ഞാൻ ഇവിടെ ഇനി താമസിപ്പിക്കില്ല. ഞാൻ ഇവർ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറഞ്ഞത്. ഞാനേ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. എൻ്റെ വാക്ക് ഇവിടെ നടക്കും. ഈ സമയം ദേവനാണെങ്കിൽ കൺട്രോൾ പോയിട്ട് വളരെ ദേഷ്യത്തോടു കൂടി തന്നെ പറയണേ, അതെ ഇത് എൻ്റെ വീടാണ്. പ്രിയങ്കയുടെ കയ്യിലുള്ള കോടികൾ കണ്ട് അമ്മയുടെ അന്തസ്സും അഭിമാനമൊക്കെ മറന്നുപോയി കാണും. അതൊന്നുമില്ലാതെ എത്ര നാണം കെട്ട രീതിയിൽ സംസാരിക്കാനും പെരുമാറാനും നിങ്ങളെ കൊണ്ട് പറ്റും. എന്നാൽ ദേവനാരായണൻ തിരുമേനിക്ക് പട്ടിണിയിലും മുറുക്കി പിടിച്ചിരിക്കുന്നത് അന്തസ്സും അഭിമാനവും തന്നെയാണ്. ഇത്രയും നാളും എൻ്റെ ജീവിതത്തിൽ ദേവനാമങ്ങൾ മാത്രമേ ഉരുവിട്ടിട്ടുള്ളൂ. അറിയാതെയെങ്കിലും ഒരു മോശം വാക്ക് എൻ്റെ നാക്കിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് 1000 പ്രാവശ്യം ഭഗവാനോട് മാപ്പ് അപേക്ഷിച്ച് ഭഗവാന് മുമ്പിൽ ക്ഷമ യാചിച്ചിട്ടേ ഉള്ളൂ ഞാൻ. പക്ഷേ നിങ്ങൾ ഇനി ഇവിടെ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, നിയന്ത്രണം വിട്ട് ഞാൻ ചിലപ്പോൾ വല്ലതും പറഞ്ഞു പോകും. ഇനിയും ദേവനാരായണൻ ഇതെല്ലാം സഹിച്ച് അടങ്ങി നിൽക്കുമെന്ന് നിങ്ങൾ കരുതണ്ട. എൻ്റെ മോളും മോനുമൊക്കെ ഇവിടെ നിൽക്കുന്നത്. അവരുടെ അമ്മയും അവരെയൊക്കെ ഇവിടെ നിന്ന് പറഞ്ഞുവിടാൻ നിങ്ങൾക്ക് യാതൊരു അവകാശമില്ല. മര്യാദക്ക് രണ്ടും കൂടി ഇപ്പം തന്നെ ഇവിടെ നിന്ന് പൊക്കോണം. ഇനി ഇതുപോലെ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ കൈയുണ്ടല്ലോ അത് വെറുതെ ഇരിക്കില്ല. എല്ലാം ക്ഷമിച്ചും സഹിച്ചുമൊക്കെ നിൽക്കുന്ന ദേവനെ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് പ്രിയങ്ക മാഡം, മുത്തശ്ശിയും കൂട്ടി ഇവിടെ നിന്ന് എത്രയും പെട്ടെന്നൊന്നും പോകാൻ നോക്കും. അല്ലെങ്കിൽ ഇനി നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എൻ്റെ കൈയും കാലും ഒക്കെ ആയിരിക്കും. അങ്ങനെ ദേവൻ്റെ ആ ഭാവമാറ്റം കണ്ട് പേടിച്ച് നിൽക്കുവാണ് കേട്ടോ മുത്തശ്ശിയും പ്രിയങ്കയൊക്കെ. അങ്ങനെ അവർ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകുക. എടാ ദേവ, നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടാ എന്നും പറഞ്ഞ് ദേവനെ പ്രാഗിക്കൊണ്ടാണ് മുത്തശ്ശിയും പ്രിയങ്കയും അവിടെ നിന്നും പോകുന്നത്. അന്നേരം ജയഭാരതിയമ്മ പറയുന്നുണ്ട്, ദേവനാരായണൻ തിരുമേനി, ഞങ്ങൾക്ക് വേണ്ടി തിരുമേനി അവരോട് പറഞ്ഞ വാക്കുകളിലൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ദേവനാരായണ തിരുമേനിക്കും യശോദക്കും ഞങ്ങളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ എന്നാലും ആ സ്നേഹത്തിന് മുമ്പിൽ സന്തോഷവും ആദരവും ഒക്കെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ പറയുക, ഇനിയും ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. അതുകൊണ്ട് ഞങ്ങളിവിടെ നിന്ന് പോകാൻ അനുവദിക്കണം. അന്നേരം ദേവൻ പറയണേ, അയ്യോ ഇപ്പോൾ പോയാൽ എൻ്റെ അമ്മയെ കണ്ടില്ലേ? അമ്മയുടെ മനസ്സിൽ ഞാനെന്ന മകനില്ല.
പണവും ആർഭാടവും ഒക്കെ കണ്ട് കണ്ണ് മഞ്ഞളിച്ച് അമ്മ മകനെന്നുള്ള എൻ്റെ സ്ഥാനം പോലും മറന്നുപോയി. എന്നെ അമ്മ ഒരു ശത്രുവായിട്ടാണ് കാണുന്നത്. ഇപ്പം തന്നെ കണ്ടില്ലേ സ്വന്തം മകനെ ശപിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. പക്ഷേ കണിമംഗലത്തെ ജയഭാരതി അമ്മയെ ഞാൻ കണ്ടിട്ടുള്ളത് എൻ്റെ സ്വന്തം അമ്മേൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. പരമേശ്വരനെ പോലെ എന്നെ ഒരു മകനായിട്ടല്ലേ അമ്മയും കാണുന്നത്. ആ മകൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ എൻ്റെ അമ്മയായിട്ട് ഇവിടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹത്തോടെ പറയുവാണ്. അത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അമ്മയുടെ ഇഷ്ടമാണ്. എനിക്ക് നിങ്ങളെ നിർബന്ധിക്കാൻ പറ്റില്ലല്ലോ. മോനെ വരുൺ, നിന്നെ ഞാൻ ഒരിക്കലും എൻ്റെ മോളുടെ ഭർത്താവ്, മരുമകൻ എന്നുള്ള നിലയിൽ മാത്രമല്ല കണ്ടത്, എൻ്റെ സ്വന്തം മോനായിട്ടാ. അന്നേരം വരുൺ പറഞ്ഞേ, അതൊക്കെ അറിയാച്ച, എന്നാലും ഇനി ഞങ്ങളിവിടെ നിന്നാൽ ശരിയാവില്ല. മോനെ വരുൺ, പ്രിയങ്കയിൽ നിന്നും എൻ്റെ അമ്മയിൽ നിന്നും നല്ലതൊന്നും പ്രതീക്ഷിച്ചിട്ട് ഒരു കാര്യമില്ല. അവരുടെ നാവിൽ നിന്ന് അങ്ങനെയുള്ളതൊന്നും ഒരിക്കലും വരാനും പോകുന്നില്ല. എൻ്റെ മോൾക്ക് നീ കൊടുത്ത കലർപ്പില്ലാത്ത സ്നേഹം, ആത്മാർത്ഥത, അതൊക്കെയാ എൻ്റെ മനസ്സിൽ നിനക്കൊരു മകൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളത്. ഈ ദേവനാരായണ തിരുമേനി മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചിതക്ക് ആര് തീ കൊളുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് നിന്നെയായിരിക്കും. എനിക്കൊരു മകനുണ്ടെന്ന് പറഞ്ഞ് ഞാൻ നിന്നെ ചൂണ്ടിക്കാണിക്കും. ദേവനാരായണന് മനസ്സറിഞ്ഞ് വിളമ്പിത്തരാൻ സ്നേഹം മാത്രമേ ഉള്ളൂ. ചില നേരം ഭക്ഷണത്തിന് മുമ്പിൽ നാല് തുള്ളി കണ്ണീരായിരിക്കും കറിയായിട്ട് വിളമ്പാനുള്ളത്. എന്നാലും നമ്മൾക്ക് ആ കഷ്ടപ്പാടിലാണെങ്കിലും നമുക്കെല്ലാവർക്കും കൂടി ചേർന്ന് ഒരു കുടുംബമായിട്ട് സന്തോഷത്തോടെ ജീവിച്ചൂടെ? എൻ്റെ മോനും മോളും നിങ്ങളുടെ മുത്തശ്ശിയും, നമുക്ക് ഒന്നിച്ച് നിന്നൂടെ മോനെ എന്നും പറഞ്ഞ് ദേവൻ രാധികനെയും വരുണിനെയും ചേർത്ത് പിടിക്കുവാണ്. ദേവൻ്റെ നിഷ്കളങ്കമായ സ്നേഹത്തിന് മുമ്പിൽ അവർ വീണ്ടും തോൽവി സമ്മതിക്കുവാണ് കേട്ടോ. അങ്ങനെ ദേവനെ കെട്ടിപ്പിടിച്ച് അവർ രണ്ടുപേരും സന്തോഷത്തോടെ കരയുവാണ്. അത് കണ്ട് സന്തോഷത്തോടെ നിൽക്കുവാണ് യശോദയും ജയഭാരതി അമ്മയൊക്കെ. പിന്നീട് കാണിക്കുന്നത് കണിമംഗലമാണ് കേട്ടോ. അങ്ങനെ ഗൗതം താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരിക്കും. ഈ സമയത്ത് കൽപ്പനയെ കാണുന്നത്. ഗൗതത്തിനെ കാണുന്നതും കൽപ്പന അങ്ങ് ഭയന്നു പോകുക. അന്നേരം ഗൗതം പറയണേ, കൽപ്പന നിൽക്ക്, എങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? ഇന്ന് നടന്ന സംഭവങ്ങളെക്കുറിച്ച് എനിക്ക് വല്ലാത്ത സങ്കടമുണ്ട് കൽപ്പനെ. നീയേ എൻ്റെ ആഗ്രഹം എതിർത്തതുകൊണ്ടല്ലേ എനിക്ക് അങ്ങനെയൊക്കെ അമ്മയുടെ മുമ്പിൽ പറയേണ്ടി വന്നത്. ഞാൻ നിൻ്റെ കഴുത്തിൽ താലി കെട്ടണമെന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നില്ല, നിൻ്റെ ആഗ്രഹമായിരുന്നു. നീ എന്നെ സ്നേഹിച്ചിരുന്ന സമയത്ത് നീ അതെന്നോട് പലതവണ പറഞ്ഞിട്ടുള്ള കാര്യവുമാണ്. എന്നാൽ അന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ അതിനെനിക്ക് പറ്റിയില്ല. അന്ന് ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? സാഹചര്യം അനുകൂലമാകുമ്പോൾ ഈ താലി ഞാൻ നിൻ്റെ കഴുത്തിൽ അണിയിക്കുമെന്നല്ലേ. ഇപ്പം അതിനുള്ള സാഹചര്യം വന്നു. നീ അന്നേരം നിൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ സമ്മതിച്ചിരുന്നെങ്കിൽ അമ്മ വരുമ്പോൾ ഞാൻ നിന്നെ ചേർത്ത് പിടിച്ച് പറയില്ലേ, കടമംഗലത്തിൻ്റെ അവകാശിയാണ് അമ്മയുടെ മുമ്പിൽ നിൽക്കുന്നതെന്ന്. എന്നാൽ നീ എന്നെ എതിർത്തപ്പോൾ എൻ്റെ മുമ്പിൽ മറ്റു ആർക്കും ഇല്ലായിരുന്നു. എന്താണെങ്കിലും കഴിഞ്ഞത് കഴിഞ്ഞു, സാരമില്ല. നമ്മുടെ ആ താലി കെട്ടുണ്ടല്ലോ, അത് ഇനിയും നടത്താവുന്നതല്ലേ ഉള്ളൂ. നാളെ രാവിലെ 9:30 നീ ക്ഷേത്രത്തിലേക്ക് വാ. അവിടെ വെച്ച് ഞാൻ നിൻ്റെ എഴുതി താലി കെട്ടും. എന്നിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ നമ്മളൊന്നിച്ച് ജീവിക്കാൻ തുടങ്ങും. ഗൗതം പ്ലീസ്, എന്നെ ഒന്ന് വെറുതെ വിട്ടേക്ക്. ഞാൻ കുറേ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി എനിക്കതിലേക്കൊന്നും തിരിച്ചു പോകാൻ താല്പര്യമില്ല. എന്താ കൽപ്പന നീ ഇങ്ങനെ പറയുന്നത്? ഇപ്പോഴും എനിക്ക് നിന്നോട് അതിയായ സ്നേഹമുണ്ട്. നീ എന്നെ പണ്ട് അങ്ങനെയാണല്ലോ സ്നേഹിച്ചത്. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നടന്നേ പറ്റൂ. നാളെ നീ 9:30 ക്ഷേത്രത്തിലെത്തിയിരിക്കണം. അല്ലെങ്കിൽ നിനക്ക് പിന്നെ ഈ കണിമംഗലത്തു നിന്ന് എന്നേക്കുമായിട്ട് പടിയിറങ്ങേണ്ടി വരും. എനിക്ക് നിന്നോട് താല്പര്യമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയും അച്ഛനൊക്കെ പിന്നെ നിന്നെ ഇവിടെ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ? ഇവിടെ നിന്നിറങ്ങിയാൽ നീ എങ്ങോട്ട് പോകും? നിൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോലും നിന്നെ കയറ്റില്ലല്ലോ. ഇത് മുമ്പൊരിക്കൽ നീ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെയുള്ളപ്പോൾ നീ എന്തു ചെയ്യും? ഇവിടെ നിന്ന് തെരുവിലേക്ക് ഇറങ്ങിയ ആർക്കൊപ്പം പോയി തെണ്ടുവോ? അതുകൊണ്ടാണ് കൽപ്പന ഞാൻ ഈ പറയുന്നത്. നിൻ്റെ മുമ്പിൽ രണ്ടേ ഓപ്ഷനുകൾ മാത്രമേ ഉള്ളൂ. ഒന്നെങ്കിൽ നാളെ 9:30 അമ്പലത്തിൽ വന്ന് എൻ്റെ താലിക്ക് മുമ്പിൽ കഴുത്ത് കുടിച്ച് തരിക, അല്ലാന്നാണെങ്കിൽ കണിമംഗലത്തിൻ്റെ പടി ഇറങ്ങാൻ തയ്യാറാവുക. രണ്ടിലൊന്ന് നീ തീരുമാനിച്ചേ പറ്റൂ. അങ്ങനെ പറഞ്ഞ് ഗൗതം അവിടെ നിന്നും പോകുവാണ്. ഈ സമയം കൽപ്പനയാണെങ്കിൽ ആകെ മനസ്സ് തകർന്ന് വിഷമിച്ച് നിൽക്കുക. എന്ത് ചെയ്യണം, എന്ത് തീരുമാനമെടുക്കണം എന്നറിയാതെ ആകെ സങ്കടപ്പെട്ട കരയുവാണ് കേട്ടോ കൽപ്പന. പിന്നീട് കാണിക്കുന്നത് തീർത്ഥാടനത്തിൻ്റെ ഇടയിലുള്ള പരമേശ്വരനെയും പത്മിനിനെയുമാണ്. പരമേശ്വരൻ ചോദിക്കണേ, താൻ നടന്ന് ക്ഷീണിച്ചോടോ? എന്ത് ക്ഷീണം? ഭഗവാന്റെ സന്നിധിയിലേക്ക് വരാൻ ഒരു ക്ഷീണവും തളർച്ചയൊന്നും തോന്നില്ല. ഞാൻ എന്താണെങ്കിലേ ഇവിടെ അടുത്ത് കുറച്ചുകൂടി നടന്നാലേ ഒരു ക്ഷേത്രം ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനെന്ന് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. ഒറ്റയ്ക്കിരിക്കാൻ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ? ഭഗവാന്റെ നടയിലല്ലേ പരമേശ്വരേട്ടാ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്നാൽ പിന്നെ ഞാനെന്ന് അവിടെ വരെ പോയിട്ട് വേഗം വരാം. അങ്ങനെ പരമേശ്വരൻ അവിടെ നിന്നും പോകുവാണ്. ഈ സമയത്തായിരിക്കോട്ടോ പത്മിനിയുടെ ഫോണിലേക്ക് കൽപ്പന വിളിക്കുന്നത്. ഫോൺ അറ്റൻഡ് ചെയ്തതും കൽപ്പന നിർത്താതെ കരയുവാണ്. അന്നേരം പത്മിനി എന്താ കാര്യം എന്ന് ചോദിക്കുക. എന്തിനാ നീ ഇങ്ങനെ കരയുന്നത്? അന്നേരം കൽപ്പന പറയണേ, അമ്മേ എനിക്കിവിടെ എൻ്റെ സങ്കടങ്ങൾ പറയാനോ ഒരാശ്വാസവാക്ക് തേടാനോ ആരുമില്ല. ഞാനിവിടെ ഒറ്റപ്പെട്ടതുപോലെയായി. നീ എങ്ങനെ ഒറ്റപ്പെടുന്നത്? അവിടെ നീ ഊർവശിയും വലിയ കൂട്ടല്ലേ. നിങ്ങളൊന്നിച്ചല്ലേ ഇപ്പോൾ കണിമംഗലം ഭരിക്കുന്നത്? ഇല്ലമ്മേ, അങ്ങനെയൊന്നുമല്ല.
ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നറിയോ എന്നും പറഞ്ഞ ഗൗതം കൽപ്പനയുടെ കഴുത്തിൽ താലി കെട്ടാൻ വന്നതും അതിനുശേഷം ഉർവശിയുടെ മുമ്പിൽ പറഞ്ഞ കള്ളക്കഥയും പിന്നീടുണ്ടായ സംഭവങ്ങളുമൊക്കെ കൽപ്പന പത്മിനിയോട് തുറന്നു പറയുവാണ്. അതെല്ലാം കേട്ട് ഞെട്ടിലോടുകൂടി നിൽക്കുവാണ് പത്മിനി. ഈ സമയം കൽപ്പന പറയണേ, ഞാൻ എന്താ ചെയ്യേണ്ടതമ്മേ? എനിക്കിത് ആരോട് പറയണമെന്നറിയില്ല, എങ്ങനെ ഈ പ്രശ്നം നേരിടണമെന്നും അറിയില്ല. അതെല്ലാം കേട്ടിട്ട് പത്മിനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. പത്മിനി ചോദിക്കണേ, എന്താ കൽപ്പനെ, നീ പുതിയ നാടകങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുവാണോ? ഇതിനു മുമ്പും നീ ഇതുപോലെ പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. അമ്മേ, ഞാൻ ഈ പറയുന്നതല്ല സത്യവും. ഇനി അഥവാ സത്യമാണെങ്കിൽ തന്നെ ഇക്കാര്യത്തിൽ എനിക്കൊന്നും ചെയ്യാനില്ല. നീ ചെയ്തു കൂട്ടിയ തെറ്റുകളുടെ ശിക്ഷയാണ് ഇപ്പം നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കാര്യത്തിന് എന്ത് പരിഹാരം വേണമെന്ന് നീ തന്നെ ചിന്തിക്കുക. നീ തന്നെ നിൻ്റെ ഉചിതം പോലെ ചെയ്യുക. ഞങ്ങളിപ്പോൾ ഒരു തീർത്ഥയാത്രയിലാണ്. അല്പമെങ്കിലും സമാധാനം കിട്ടാനാണ് ഞങ്ങൾ ഈ ക്ഷേത്രങ്ങളിലും മറ്റും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. ഈ വിവരം എന്താണെങ്കിലും എനിക്ക് പരമേശ്വരേട്ടനോട് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ആ മനസ്സിൽ ആവശ്യത്തിലധികം ഭാരങ്ങളുണ്ട്. ഇനി മറ്റൊന്നും കൂടി എടുത്തു വെക്കാനായിട്ട് അദ്ദേഹത്തിനെ കൊണ്ടാവില്ല. പെണ്ണെന്ന നിലയിൽ നീ നിൻ്റെ മനസാക്ഷിയോട് ചോദിക്ക്, എന്ത് തീരുമാനം എടുക്കണമെന്നും ഈ പ്രശ്നത്തിൽ നിന്നും എങ്ങനെ നീ പുറത്ത് നേരിടണമെന്നും. ഇക്കാര്യം പറഞ്ഞ് ഇനി നീ എന്നെ വിളിക്കരുത്. അങ്ങനെ പറഞ്ഞ പത്മിനി കൽപ്പനയെ കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഈ സമയം കൽപ്പനയാണെങ്കിൽ ആകെ സങ്കടപ്പെടണേ. അമ്മയെ തെറ്റു പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ലെങ്കിൽ തന്നെ എത്രയോ തവണ ഞാൻ പല കള്ളങ്ങളും അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കള്ളങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ജയിച്ചു എന്ന് വിചാരിച്ചതാ. പക്ഷേ ഒക്കെ വെറുതെ ആയിരുന്നു. അതൊക്കെ കാരണം ഭഗവാൻ എന്നെ ശിക്ഷിച്ചത്. ഇപ്പോൾ എനിക്ക് എൻ്റെ സങ്കടങ്ങൾ പറയാൻ പോലും ആരുമില്ലാതായില്ലേ. ഇതൊക്കെ എനിക്ക് കിട്ടേണ്ടത് തന്നെയാ എന്നും പറഞ്ഞ് സ്വയം ശപിച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ കൽപ്പന. പിന്നീട് കാണിക്കുന്നത് റൂമിൽ കിടക്കുന്ന ജയഭാരതി അമ്മേനെയാണ്. ഈ സമയം രാധിക ജയഭാരതിക്കുള്ള മരുന്നും വെള്ളവുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാം. എന്നിട്ട് ഇന്നലെ നടന്ന കാര്യങ്ങളെക്കുറിച്ച് രാധിക മുത്തശ്ശിയോട് സംസാരിക്കണേ. പ്രിയങ്കയും സുകുമാരിയും മുത്തശ്ശിയൊക്കെ ഇവിടെ വന്ന് ഇന്നലെ മുത്തശ്ശിനെ അപമാനിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിനൊക്കെ അവർക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക. എന്തിനാ മോളെ നീ ഇങ്ങനെ അവർക്ക് വേണ്ടി മാപ്പ് ചോദിക്കുന്നത്? അതൊക്കെ ഞാൻ വിട്ടു. അല്ലെങ്കിൽ തന്നെ സുകുമാരി പറയുന്നതിലൊക്കെ ആരാ കാര്യം വെക്കുന്നത്? പിന്നെ ഇനി സുകുമാരിയും പ്രിയങ്കയും വന്ന് ഇവിടെ വന്ന് എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും എന്നെ എത്ര തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിച്ചാലും ശരി, ഞാനതൊന്നും കേട്ട് ഇവിടെ നിന്നെ ഇറങ്ങിപ്പോകാനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ. ഇന്നലെ നിൻ്റെ അച്ഛൻ പറഞ്ഞ ആ വാക്കുകളുണ്ടല്ലോ, അതുമാത്രം മതി തിരുമേനിയുടെ മനസ്സിൽ എനിക്കുള്ള സ്ഥാനം. അതുമാത്രം മതി എനിക്കിവിടെ നിൽക്കാനായിട്ടുള്ള യോഗ്യത. സത്യം പറയാലോ മോളെ, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുക. എൻ്റെ വരുൺ അവൻ ഭാഗ്യമുള്ളവൻ തന്നെയാണ്. എത്രയോ ആലോചനകളൊക്കെ വന്നിട്ടും അവൻ നിന്നെയല്ലേ തിരഞ്ഞെടുത്തത്. ഇപ്പോൾ കുറച്ച് കഷ്ടപ്പെടുന്നുണ്ടെങ്കിലും വലിയൊരു ഭാഗ്യം അവനെ കാത്തിരിക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ. നീ അവൻ്റെ ജീവിതത്തിൽ കൂടെ ഉണ്ടല്ലോ. എല്ലാ പ്രശ്നങ്ങളിലും അവനൊരു താങ്ങായിട്ട് നീയുള്ളപ്പോൾ പിന്നെ എന്തിനാ ഞങ്ങൾ ഭയക്കേണ്ടത്? നീയും നിൻ്റെ അച്ഛനും കൂടി തന്ന സന്തോഷമുണ്ട് മുത്തശ്ശിയുടെ മനസ്സിൽ. അതുകൊണ്ട് മുത്തശ്ശിക്ക് ഒരു പ്രശ്നമില്ല, സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ പറഞ്ഞ് മുത്തശ്ശി രാധികയോട് ഒത്തിരി സന്തോഷവും നന്ദിയൊക്കെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ബെഞ്ചമിൻ്റെയും ചന്ദ്രശേഖരൻ്റെയൊക്കെ ഒരു സങ്കേതം ഉണ്ടല്ലോ, അവിടെ ആകെ ആവശ്യമായിട്ടിരിക്കുന്ന ശ്യാമേനെയും അമൃതേനെയൊക്കെയാണ്. ഈ സമയം പുറത്തുനിന്ന് അവരെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ഗുണ്ട ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അതെ, ഇപ്പം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാവരും പുറത്ത് പോയിരിക്കുവാണ്. ഇവരെ നോക്കാൻ പിന്നെ ഞാൻ തന്നെ ധാരാളം മതിയല്ലോ. ഇവിടെ എനിക്കെന്താ പ്രത്യേകിച്ച് ജോലി? അവളുമാർക്ക് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കണം, പിന്നെ എവിടെയെങ്കിലും സുഖമായിട്ട് കിടന്നുറങ്ങണം. അങ്ങനെയൊക്കെ അയാളെ ഫോണിലൂടെ ആരോടെ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഈ സമയം അകത്തിരിക്കുന്ന ശ്യാമ അമൃതയും ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കുന്നതും അവർ രക്ഷപ്പെടാൻ ഇത് തന്നെയാണ് ഏറ്റവും പറ്റിയ ദിവസം എന്ന് മനസ്സിലാക്കുവാണ്. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഒരു കമ്പിവടിയുണ്ടല്ലോ, അതെടുത്ത് അവരുടെ അടുത്ത് തന്നെ ഒളിപ്പിച്ച് വെക്കുവാണ്. ഈ സമയം സംസാരമൊക്കെ കഴിഞ്ഞ് അയാൾ അകത്തേക്ക് കയറി വരുമായിരിക്കും. ഇന്ന് ഉച്ചക്കും നിങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലേ? നിനക്കൊക്കെ വേണ്ടെങ്കിൽ വേണ്ട, എനിക്കെന്താ കുഴപ്പം എന്നും പറഞ്ഞ് അയാൾ ആ ഭക്ഷണമൊക്കെ എടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരം അമൃത എണീറ്റ് അയാളുടെ തലക്കിട്ട് തന്നെ ഒരടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ അയാൾ അവിടെ ബോധം പറഞ്ഞ് വീഴുവാണ് കേട്ടോ. ഈ സമയം അവിടെ നിന്ന് രക്ഷപ്പെടാനായി നിൽക്കുന്ന ശ്യാമേനെയും അമൃതേനെയും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്